നമസ്കാരം. ദേശീയപാത നിർമ്മാണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ബൈപ്പാസുകളും ആകാശപാതകളിലുമൊക്കെയായി സംസ്ഥാനത്തെ റോഡ് ഗതാഗതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടാണ് പുതിയ റോഡ് ഒരുങ്ങുന്നത്. പുതിയ ദേശീയപാതയുടെ ഭാഗമായി അരൂർ തുറവൂർ ഭാഗത്ത് ഉയരപാത നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ വമ്പൻ ആകാശപാതകളിലൊന്നാണിത്. ഇപ്പോഴിതാ നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ സർവീസ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ സർവേ തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ലാൻഡ് അക്വിസിഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറുടെ മേൽനോട്ടത്തിൽ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിച്ചിരിക്കുന്നത്. അരൂരിനും തുറവൂരിനും മധ്യേ കുത്തിയത്തോട്, കോടന്തുരുത്ത്, അരൂർ, എഴുപുന്ന വില്ലേജുകളിലാണ് സർവേ നടക്കുന്നത്. നിലവിലെ സർവീസ് റോഡിൽ ആവശ്യമായ വീതിയില്ലാത്ത ഇടങ്ങളിലാണ് 1.5 മാസം മുമ്പ് ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ച അതിരടയാള കല്ലുകൾ അടിസ്ഥാനമാക്കി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. 4 വില്ലേജുകളിലായി 80ഓളം സർവേ നമ്പറുകളിൽപ്പെട്ട ഭൂമിയാണ് അധികമായി ഏറ്റെടുക്കേണ്ടത്. ഇങ്ങനെ 5 മുതൽ 10 സ്ക്വയർ ഫീറ്റ് വരെ ഏറ്റെടുക്കേണ്ടി വരും. ഇത് ഏകദേശം 2.5 മുതൽ 3 ഏക്കറോളം ഉണ്ടാകും. വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും താരതമ്യേന കുറവായതിനാൽ സർവേയും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവേ പൂർത്തിയായാൽ ഉടൻ ഭൂമി ഏറ്റെടുക്കലിനുള്ള 3D വിജ്ഞാപനം ഇറക്കും. തുടർന്ന് വില നിശ്ചയിച്ച് സ്ഥല ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതോടെ നടപടി പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 24 മീറ്റർ വീതിയിലാണ് അരൂർ തുറവൂർ ആകാശപാത. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്ററിൽ 374 തൂണുകളാണ് നിർമ്മിക്കുന്നത്. ഉയരപാതയ്ക്കായി ആകെ വേണ്ടത് 356 തൂണുകളാണ്. നിലവിലെ ദേശീയപാതയ്ക്ക് നടുവിലാണ് ഈ ഒറ്റ തൂണുകൾ തയ്യാറാക്കുന്നത്. ഈ ഭാഗത്താകെ 30 മീറ്റർ വീതിയിലാണ് ദേശീയപാതയ്ക്കുള്ള ഭൂമിയുള്ളത്. ആകെ 12.75 കിലോമീറ്റർ നീളമുണ്ടാകും ഈ സൂപ്പർ റോഡിന്. രാജ്യത്തെ തന്നെ ഒറ്റ തൂണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ 6 വരി ഉയരപാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഉയരപാതയ്ക്കായി ആകെ 1/2 ഏക്കറോളം സ്ഥലം മാത്രമാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. 6 വരി ഉയരപാതയ്ക്ക് പുറമെ ചേർത്തല ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് വെണ്ടുരുത്തി പാലത്തിലേക്ക് ഇറങ്ങാനായി ഒരു റാമ്പും നിർമ്മിക്കുന്നുണ്ട്. 1675 കോടി രൂപയുടേതാണ് നിർമ്മാണ കരാറ്. മഹാരാഷ്ട്രയിലെ അശോക ബിൽഡ്കോൺ കമ്പനിക്കാണ് നിർമ്മാണ കരാറ് ലഭിച്ചത്. 2021 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അരൂർ മുതൽ തുറവൂർ വരെ 6 വരി എലിവേറ്റഡ് ഹൈവേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഡിസംബറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 24 മീറ്റർ വീതിയിലാണ് ആകാശപാത ദേശീയപാതയിൽ ഒരുങ്ങുന്നത്. 6 വരി പാതയ്ക്ക് പുറമെ ചേർത്തല ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് വെണ്ടുരുത്തി പാലത്തിലേക്ക് ഇറങ്ങാനായി ഒരു റാമ്പുമുണ്ട്. നിലവിലെ 4 വരി ദേശീയപാതയ്ക്ക് നടുവിലാണ് ഒറ്റ തൂണുകൾ തയ്യാറാക്കുന്നത്. 4 വരി പാതയുടെ മുകളിൽ 6 വരി പാത വൈകാതെ തന്നെ സജ്ജമാകും.